powered 2 years ago. നിങ്ങളോ? ഞാൻ പേടിച്ചു പോയല്ലോ. നീ പേടിക്കാതിരിക്കോ വിഡ്ഢി. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്ഭുതകരമായ ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഇതാണ്. അധിക ശക്തി ഉണ്ടാക്കുവാനുള്ള ഒരു യന്ത്രം ഇതിനകത്ത് ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തിരുന്നു കൊണ്ട് തന്നെ ഇറ്റാനിയ ഞാൻ ഭരിക്കാൻ പോകുകയാണ്. ചെക്ക്മേറ്റ്. ഇപ്രാവശ്യം നീ തോൽക്കുമെന്ന് തോന്നുന്നു മായൻ. അത് നമുക്ക് കാണാം. ഈ ഇറ്റാലിയിൽ എന്തൊക്കെയാ നടക്കുന്നേ? അകത്തു പോയി സുരക്ഷിതമായിരിക്കും മഹാറാണി. നമുക്ക് പോകാൻ വരേമ്പലി. ഏതോ ആപത്തുണ്ടെന്ന് തോന്നുന്നു. ഓ, മുറിഞ്ഞല്ലോ. അവസാനം ഞാനും കല്ലായി മാറുമോ? ഈ ജോലിക്ക് മാത്രം ഒറ്റയ്ക്ക് പോകുന്നതല്ലേ നല്ലത്? എന്നെ ഒരു കല്ലാക്കി മാറ്റാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. ഇതിനൊക്കെ ഞാൻ ഭയപ്പെടുമെന്ന് വിചാരിക്കണ്ട. സൂക്ഷിച്ചു ലീലേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എന്റെ അച്ഛൻ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പഴയ നിലയിൽ എത്തിക്കണം. ഇതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. അത് കണ്ടുപിടിക്കണം. നിങ്ങൾ അവനെ ഒരു കല്ലാക്കി മാറ്റിയല്ലോ. എന്താ എന്റെ കഴിവിൽ നിനക്ക് വിശ്വാസമില്ലേ? ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടാൽ എങ്ങനെയാ? ഇപ്പൊ നോക്ക. ഒരു കല്ലിന് ജീവൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ വളരെ അടുത്തായതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ പിടിക്ക് കാണട്ടെ. ഹീമാന്റെ സുഹൃത്തുക്കൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിശാലികളാണ് യജമാനനെ. പക്ഷേ നീ വിചാരിക്കുന്ന അത്ര ബുദ്ധിശാലിയല്ല. ഇവിടെ തന്നെ നിൽക്കണ ശൂരപുലി. നമ്മളെ എതിർക്കുന്ന ആരായിരുന്നാലും ഈ അയൺ ബ്ലാസ്റ്റിന് പേടിച്ചേ പറ്റൂ.
എന്താണിത്? ഹീമാൻ, ഇപ്പൊ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. അപകട മുന്നറിയിപ്പ്. ആരോ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഉടനെ തറയിലിറങ്ങിയാവണം. ഹേയ്, എന്തു പറ്റി? എന്റെ അച്ഛൻ കല്ലായി തീർന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും ശ്രമിച്ച് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് അങ്ങനെ കൊണ്ടുവരാം. എനിക്ക് വീരഭദ്രന്റെ എല്ലാ ഉപകരണങ്ങളെ കുറിച്ചും അറിയില്ല. എങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം. അമ്മേ, ഇതിന് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവുമോ? ഇല്ലെന്നാ തോന്നുന്നേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോ തീരെ സമയം കുറവാണ്. നമ്മളെ കൊണ്ട് കഴിയും വരിയമ്പലി. നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടല്ലോ. എന്റെ പിറകെ വരൂ. ആ എനർജൈസറെ താഴെയിടല്ലേ. എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ പുറകെ വരേണ്ടി വരും അസ്ഥി കൂടാ. ആ കലോസറിനെ ജീവനോട് കൊണ്ടുവരാൻ ഇനി അല്പശക്തി കൂടി മാത്രമേ ആവശ്യമുള്ളൂ. എത്രയും വേഗം ഇറ്റാനിയ എനിക്ക് സ്വന്തമാകാൻ പോകുകയാണ്. ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? പറയൂ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരം കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ വീരമിത്രനെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഈ പരീക്ഷണം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം അവസാനിച്ചിരിക്കും. വേഗം ഫയർ ജ്വൽസ് കൊണ്ടുവരൂ ഹീമാൻ. ഇപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. എനിക്ക് സഹായം കിട്ടുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ ആരെ വേണമെങ്കിലും ഞാൻ നേരിടാം. ശൂന്യ, നിനക്ക് എന്ത് വേണം? നിങ്ങളുടെ ശക്തി വേണം യജമാനനെ. നീ എന്റെ ക്ഷമയെ കൂടുതൽ പരീക്ഷിക്കുകയാണ് ശൂന്യ. ഹീമാൻ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവൻ ഫയർ ജെൽസ് കൊണ്ടുവരും. അവൻ ബുദ്ധിശാലിയാണെന്ന് നിങ്ങൾ എന്താണ് സമ്മതിക്കാത്തത്? ഇനി അവനെ എന്റെ മുന്നിൽ പുകഴ്ത്തരുത്. നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. എത്രയും വേഗം ഹീമനെ പോയി പിടിക്ക. ഇനിയും അല്പസമയത്തിനുള്ളിൽ ആ കൊളോസറിന് ജീവൻ വയ്ക്കുന്നതാണ്. എന്നെ കൊണ്ട് ഇതിനൊരു മാർഗം കണ്ടുപിടിക്കാനാവുന്നില്ലല്ലോ. നമ്മൾ വേഗം അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഈ സ്ഥലം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവിടെ അന്തരീക്ഷമാണ് ഇങ്ങനെയുള്ളത്. പക്ഷെ ആപത്തില്ലെന്ന് സന്തോഷിക്കുക. ആപത്തില്ലാന്ന് പറഞ്ഞിട്ടെന്താ? സ്വാമ്പ് ബാറ്റ്സ് ആപത്തുള്ളവയാണ്. പക്ഷെ നമ്മൾ അതിനെ ഉപദ്രവിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഒന്നും ചെയ്യില്ല. സ്വാമ്പ് ബാറ്റ്സ്, അവരെ പോയി ആക്രമിക്കൂ. മൃഗമനുഷ്യനോ? ഓ, നിങ്ങളുടെ യജമാനാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത്? ഈ ഫ്ലാഷ് ബോൾ നമ്മളെ എതിർക്കുന്നവരെ നോക്കിക്കോളൂ. അടുത്തത് നിനക്കാണ് മൃഗമനുഷ്യ. നിന്നെ ഞാൻ പിന്നീട് കണ്ടോളാം. വരൂ, പോകാം.
ഈ ഫയർ ജ്വൽസ് നമ്മളെ സഹായിക്കും. പക്ഷേ സമയം വളരെ കുറവാണ്. ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഫയർ ജ്വൽസ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം. സൂക്ഷിക്കണേ. ശരി, ഈ മേനെ നേരിടാൻ പറഞ്ഞിരുന്നില്ലേ? നിന്റെ ജോലി നീ പൂർത്തിയാക്കിയോ? നമ്മളൊരു വിഷയം മനസ്സിലാക്കണം യജമാനനെ. അവർ നമ്മളെക്കാളും ബുദ്ധിശാലികളാണ്. എന്താ പറഞ്ഞത്? ഇനി ആരെ കൊണ്ടും എന്നെ തടയാൻ പറ്റില്ല. ഈ മേനെ കൊണ്ടും എന്നെ തടയാൻ പറ്റില്ല. ഇതാ, ഇത് പിടിച്ചോ. നമുക്കുടനെ കോട്ടയിലേക്ക് പോയേ പറ്റൂ. അപ്പോഴേ നമ്മളെ കൊണ്ട് എല്ലാം നേരെയാക്കാൻ കഴിയും. എന്നെ ആരാണ് ഉണർത്തിയത്? ഞാനാണ് അസ്ഥികൂടൻ, ഈ പ്രപഞ്ചത്തിന്റെ തലവൻ. ഞാൻ നിനക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. പോയി ഗ്രേസ്കൽ കോട്ടയെ കൈക്കലാക്ക. ഗ്രേസ്കൽ കോട്ടയെ കൈക്കലാക്കണം. അവസാനമായി ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങൾ എനിക്ക് സ്വന്തമാകാൻ പോവുകയാണ്. ഇതുകൊണ്ട് നമുക്ക് അസ്ഥികൂടിനെ തോൽപ്പിക്കാം. നമുക്ക് എത്രയും വേഗം ഈ ഫയർ ജ്വൽസിനെ പൊടിയാക്കി മാറ്റിയേ പറ്റൂ ഹീമാൻ. അത് വളരെ എളുപ്പം. ഇതാ, ഒരു ഞൊടിയിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഫ്യൂസറിൽ അസ്ഥികൂടിന്റെ യന്ത്രത്തിലുള്ള 2 രശ്മികളും കൊണ്ടുവന്ന് ചേർത്താൽ അതിൽ നിന്നുണ്ടാവുന്ന പുതിയ രശ്മി വെച്ച് നമുക്ക് നമ്മുടെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താം. വിശദമായിട്ട് പറയൂ. ഈ റേ ഫ്യൂസർ 2 രശ്മികളും വരുന്നിടത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ മതി. അതിനുശേഷം അത് ഒന്നാകും. ഇനി ഇതിൽ ഒരു തെറ്റും സംഭവിക്കില്ല. വരൂ, പോകാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കേ. അതിനുള്ളിൽ ഞാൻ പോയി അസ്ഥികൂടിനെ കണ്ടിട്ട് വരാം. വേറൊരു മാർഗവും ഇല്ല. വരുന്നവരെ ഇവിടെ കാത്തു തന്നെ ആവണം. എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോവാണെന്ന് തോന്നുന്നു. വാ നോക്കാം. നാം എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൃഗമനുഷ്യ? എന്തുകൊണ്ട് നാം ഗ്രേസ്കൽ കോട്ടയുടെ സമീപം എത്തിയില്ല? നമുക്ക് വീണ്ടും സർപ്പമലയിലേക്ക് പോകാം. കലോസർ നമ്മുടെ സഹായമില്ലാതെ ഗ്രേസ്കൽ കോട്ടയെ പിടിക്കും. കൊളോസർ ഗ്രേസ്കൽ കോട്ടയെ പിടിക്കും. അതെനിക്ക് നേരിട്ട് കാണണം. ഹീമാൻ, അവനെ പിടിക്കേ. അതത്ര എളുപ്പമാണെന്ന് വിചാരിക്കണ്ട.
പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വേഗം വരൂ. ഇവിടെ നിന്ന് താഴെ വീണാൽ നിന്റെ അസ്ഥി പോലും കാണില്ലെന്ന് നീ മറക്കണ്ട. അതൊരിക്കലും സംഭവിക്കില്ല അസ്ഥി കൂടാ. ഇനി ഞാൻ തന്നെ അവനെ നേരിടാം. എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. സൂര്യൻ അസ്തമിക്കാറായി. ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. വിഷമിക്കാതിരിക്കൂ. നിങ്ങളെ ഒന്നടങ്കം ഞാൻ തീർത്തേക്കാം. എന്ത് ഗ്രീൻ റേയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല ഹീമാൻ. ആദ്യമായിട്ടാണ് ഞാനൊരു പ്രതിമയെ പോലെ നിന്നത്. ഗ്രേസ്കലിൽ എന്തോ പ്രശ്നമുണ്ട്. ലീലയും ശൂരപ്പുലിയും ആ കോട്ടയിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് പോകാം. ഇത് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ലല്ലോ. ഞാൻ ചെയ്യുന്നത് ശരിയാവണേ. സൂര്യനെ എനിക്ക് ശക്തിതാ. നിന്റെ പ്രകാശം കൊണ്ട് ഞാനിത് എങ്ങനെയെങ്കിലും ശരിയായിട്ട് ചെയ്യും. അതിശയമൊന്നല്ലോ. നല്ല ശക്തിയായിട്ട് തള്ള്. അവനെ തള്ളി താഴെ ഇട്ടു. എങ്കിലും പൂർണ്ണമായി നശിപ്പിച്ചില്ലല്ലോ. ഇനിയും ഒന്നും പൂർണ്ണമായിട്ടില്ല. അങ്ങോട്ട് നോക്ക്. ഹീമാൻ, ഇപ്പോൾ ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോകുകയാണ്. എങ്ങനെയെങ്കിലും അവൻ തിരിച്ചു വരുമെന്നാ എനിക്ക് തോന്നുന്നേ. തീർച്ചയായും. അതിലെന്താ സംശയം? അവൻ എന്തായാലും തിരിച്ചു വരും. നമുക്ക് കാത്തിരിക്കാം.